ഇതാ ഇവിടെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോം ടൂറിലെ താരങ്ങൾ, അതാണ് ഈ വൈറലാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒപ്പം തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അപ്പോൾ സ്വന്തം നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീട് മോദിയെ കാണിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഉള്ള ആളുകൾ കൈയടിച്ച് സ്വീകരിക്കുന്നുണ്ട്. കാണാം. അപ്പോൾ ദേവിക, ഈ ഹോം ടൂറിനെ കുറിച്ച് നമ്മളോട് പറയാം. ദേവിക, പ്രധാനമന്ത്രി റഷ്യയിലേക്ക് എത്തുന്നു എന്ന് കണ്ടപ്പോഴേ അമേരിക്കയിൽ നിന്ന് ചില വിമർശനങ്ങളുണ്ടായി. ഇപ്പോൾ സെലൻസ്കി, യുക്രൈൻ്റെ നേതാവ്, വലിയ സങ്കടം പറയുന്നു, അല്ലെങ്കിൽ ഇന്ത്യയോടുള്ള നീരസമൊക്കെ അറിയിക്കുന്നുണ്ട്. അതൊക്കെ ഒരു വശം, പൊളിറ്റിക്കലായിട്ട് ഒരു വശം. പക്ഷേ ഈ ഭാഗത്ത് രണ്ട് ശക്തരായ നേതാക്കൾ വളരെ രസകരമായി സ്വന്തം വാഹനം ഓടിച്ച് വീടൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ അത് ആളുകൾ സ്വീകരിക്കുന്നതും ആ രീതിയിൽ തന്നെയാണ്. എങ്ങനെയാണ് ഇതിന് കിട്ടുന്ന ഒരു പ്രതികരണങ്ങൾ? എത്ര സമയമെടുത്തു ഈ ഹോം ടൂർ? അതെ, നമ്മൾ ഈ സെലിബ്രിറ്റികളുടെ ഹോം ടൂർ വീഡിയോസ് ഒക്കെ നമ്മൾ ഒരുപാട് കാണാറുള്ളതാണ് സ്ഥിരം. പക്ഷേ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട ലോക നേതാക്കളുടെ ഒരു ഹോം ടൂർ ആണെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഈ ഒരു രസകരമായ ഒരു വീഡിയോ വൈറലാക്കിയിട്ടുണ്ട്. റഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ഇന്നലെയാണ് മോദി മോസ്കോയിലേക്ക് എത്തുന്നത്. അവിടുന്ന് വ്ളാഡിമിർ പുടിൻ തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് മോദിയെ ക്ഷണിക്കുകയായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. പുടിൻ തന്റെ ഗോൾഫ് കാർട്ട് സ്വയം ഡ്രൈവ് ചെയ്താണ് മോദിയെ ഈ പൂന്തോട്ടങ്ങളിലൂടെയൊക്കെ ഔദ്യോഗിക വസതിയിലുള്ള ആ ഒരു കാഴ്ചകളൊക്കെ മോദിയെ കാണിക്കുന്നത്. അവർ തമ്മിലുള്ള രസകരമായ സംഭാഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവർ ഇംഗ്ലീഷിലാണ് സംവാദിച്ചെന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് ഇവരൊരു ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുകയും കുറച്ച് രസകരമായ സംഭാഷണങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. അവിടെ ഒരു പരിഭാഷകരുടെ സഹായം ഇവർ ഉപയോഗിച്ചിരുന്നു. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം, അതായത് ഔദ്യോഗികമായ ചർച്ചകൾക്ക് പുറമെ ചില അനൗപചാരിക സംഭാഷണങ്ങളും ഇവർ നടത്തിയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ കാണുമ്പോഴും രസകരമാണ്. അതായത് നമ്മൾ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ലോക മാധ്യമങ്ങളൊക്കെ ഇത് ഏറ്റെടുക്കുകയും ഒരുപാട് കമന്റുകളും ഒക്കെ ഈ ഒരു നേതാക്കളുടെ. രസകരമാണ്. അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കുറച്ചുകൂടി ദൃഢമാക്കുന്ന രണ്ട് നേതാക്കളുടെ സൗഹൃദമാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ചും ഏറ്റവും പ്രത്യേകിച്ചും ഊർജ്ജ രംഗത്തൊക്കെ റഷ്യയുടെ വലിയ തോതിലുള്ള സഹകരണം ഇരു രാജ്യങ്ങൾ തമ്മിലുണ്ട്. അതൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള വഴികളാണ്. വിമർശനങ്ങൾ ഒരു സൈഡിലുണ്ടാവും, അത് അമേരിക്കയുടെ ഒക്കെ താല്പര്യങ്ങളാണ്. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യവും വലുതാണ്. ശരി ദേവിക, അപ്പോൾ ഇതാണ് ആ ഹോം ടൂർ വിശേഷങ്ങൾ.